നടി ഹണി റോസിനെതിരായ പരാമർശത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്ത സംസ്ഥാന യുവജന കമ്മീഷൻ. നേരത്തെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയത്തിൽ ജയിലിനുള്ളിലായതും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതും പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചതും വീണ്ടും കോടതി അതിരൂക്ഷമായി തന്നെ ബോബി ചെമ്മണ്ണൂരിനെ വിമർശിച്ചതും പിന്നീട് ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറഞ്ഞതുമൊക്കെ കേരളം കണ്ടതാണ്. ഇപ്പോൾ ഇതാ ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരിക്കുകയാണ് സംസ്ഥാന യുവജന കമ്മീഷൻ. ഹണി റോസിനെതിരായ പരാമർശത്തിലാണ് രാഹുൽ ഈശ്വറിനെതിരെ യുവജന കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. ദിശ സംഘടനയുടെ പരാതിയിലാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ നിരന്തരം അപമാനിക്കുന്നയാളാണ് രാഹുൽ ഈശ്വർ എന്ന് കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ വ്യക്തമാക്കി. ഇത്തരക്കാരെ പൊതുവേദിയിൽ നിന്നും മാറ്റി നിർത്തണമെന്നും വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും കമ്മീഷൻ അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. അതേസമയം താൻ ഹണി റോസിനെ അപമാനിച്ചിട്ടില്ലെന്നും വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞതെന്നുമാണ് രാഹുൽ ഈശ്വർ പോയ ദിവസങ്ങൾ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയത്. ഏതായാലും ബോബി ചെമ്മണ്ണൂർ വിഷയം കേരളം സജീവമായി ചർച്ച ചെയ്തിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് എടുത്തതും തൊട്ടു പിന്നാലെ ഉണ്ടായ അറസ്റ്റ് നടപടികളും അതിന് പിന്നാലെ രാഹുൽ ഈശ്വർ പ്രതികരിച്ചതുമൊക്കെ സോഷ്യൽ മീഡിയ വലിയ ചർച്ചയാക്കിയിരുന്നു. പിന്നാലെയാണ് രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു. ഇപ്പോൾ സംസ്ഥാന യുവജന കമ്മീഷനും രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. നേരത്തെ ബോബിക്ക് മാലയിടേണ്ട ആവശ്യമില്ലെന്നും കോടതിയെ പ്രകോപിപ്പിക്കരുതെന്നും രാഹുൽ ഈശ്വർ നിലപാടും വ്യക്തമാക്കിയിരുന്നു. അതായത് കോടതിയെ പ്രകോപിപ്പിക്കരുതെന്ന് ബോബി ചെമ്മണ്ണൂരിനോട് രാഹുൽ ഈശ്വർ തന്റെ വ്ളോഗിലൂടെ, തന്റെ യൂട്യൂബ് ചാനലിലെ വ്ളോഗിലൂടെ വ്യക്തമാക്കിയിരുന്നു. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ജയിൽ മോചിതനാകാൻ കാലതാമസം ഉണ്ടായ സംഭവത്തിൽ ബോബി ചെമ്മണ്ണൂരിന് വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നതും കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരെ 3 വട്ടം വിളിച്ചു വരുത്തി സംസാരിച്ചതിന്റെയും ഒക്കെ പശ്ചാത്തലത്തിലായിരുന്നു രാഹുൽ ഈശ്വർ ബോബി ചെമ്മണ്ണൂരിന് ഉപദേശം നൽകിയത്. കോടതിയെ പ്രകോപിപ്പിക്കുന്നത് ദൂരവ്യാപകമായ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നാണ് രാഹുൽ ഈശ്വർ നേരത്തെ വ്യക്തമാക്കിയത്. ഏതായാലും ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായതിൽ സന്തോഷമുണ്ടെന്നും ഒരു കാരണവശാലും കോടതിയെ പ്രകോപിപ്പിക്കരുതെന്നും ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റേത് സന്തുലിതമായ വിധിന്യായമാണെന്നും ബോബി ചെമ്മണ്ണൂരിനെ ശക്തമായി വിമർശിക്കുമ്പോഴും ജാമ്യം നൽകാൻ കോടതി കനിവ് കാണിച്ചത് പോസിറ്റീവായി എടുക്കണമെന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. കോടതിയെ പ്രകോപിപ്പിക്കുന്നത് ദൂരവ്യാപകമായ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നും രാഹുൽ ഈശ്വർ ബോബി ചെമ്മണ്ണൂരിനെ ഓർമ്മിപ്പിച്ചിരുന്നു. ജാമ്യത്തുക കെട്ടിവെക്കാൻ കഴിയാത്തവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് നല്ലതാണ്, അവരെ പിന്തുണയ്ക്കുകയും വേണം. എന്നാൽ കോടതിയെ പ്രകോപിപ്പിക്കുന്ന നിലപാടിലേക്ക് ബോബി ചെമ്മണ്ണൂർ എത്തരുത് എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വറും പറഞ്ഞത്. കോടതികളെ അങ്ങേയറ്റം ബഹുമാനിക്കണമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. രാമൻപിള്ള ഏറ്റവും മുതിർന്ന അഭിഭാഷകനാണ്. ദിലീപിനും സിദ്ദിഖിനും വേണ്ടി ഹാജരാകുന്ന ഏറ്റവും മുതിർന്ന അഭിഭാഷകനാണ് രാമൻപിള്ള. അദ്ദേഹത്തെയും ബഹുമാനിക്കണമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന് താൻ മാലയിടേണ്ട ആവശ്യമില്ലെന്നും ബോബി ചെമ്മണ്ണൂരിന് മാലയിടേണ്ടത് അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളെ രക്തദാനത്തിന് പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് എന്നൊക്കെ രാഹുൽ ഈശ്വർ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും സ്ത്രീപക്ഷവാദികളെ പ്രകോപിപ്പിക്കുന്നതല്ല പുരുഷ ആക്ടിവിസം എന്നും ഓൾ കേരള മെൻസ് അസോസിയേഷനോടും രാഹുൽ ഈശ്വർ ഉപദേശിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ സംസ്ഥാന യുവജന കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്.